എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മാങ്ങ അച്ചാറാണ്. അതിനുവേണ്ടി കുറച്ച് പച്ചമാങ്ങ എടുത്ത് നന്നായി കഴുകി ഒരു കോട്ടൺ തുണി കൊണ്ട് വെള്ളമെല്ലാം തുടച്ചു മാറ്റുക. എന്നിട്ട് മാങ്ങ ചെറുതായി അരിഞ്ഞു വെക്കുക. അരിഞ്ഞ മാങ്ങ 1/2 കിലോ ഉണ്ട്. മാങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി ഇളക്കി 3-4 മണിക്കൂർ വെക്കുക. ആദ്യം നമുക്ക് കടുവും ഉലുവയും കൂടി പൊടിച്ച് എടുക്കാം. അതിനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. കടുവ് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. തണുക്കുമ്പോൾ കടുക് പൊടിച്ചെടുക്കുക. ഇനി അച്ചാർ ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിലേക്ക് 10 വെളുത്തുള്ളി അല്ലി, വലുതാണെങ്കിൽ 2ആയി നീളത്തിൽ കീറണം. കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും കൂടിയിട്ട് മൂപ്പിക്കുക. വെളുത്തുള്ളിയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത് രണ്ടും ഇട്ട് ഇളക്കുക. ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യണം. അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന കടുകിൻ്റെയും ഉലുവയുടെയും പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒരു ജാറിലടച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.